എന്റെ പൊന്നു മോന് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണമെങ്കിലേ അമ്മ റൂമിലെത്തിക്കാം. ദയവ് ചെയ്ത് അതിനകത്തുനിന്ന് പുറത്തേക്ക് വരരുത്. ആ കോമ്പറ്റീഷനെ ഒന്ന് കഴിഞ്ഞോട്ടെ. അമ്മ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാനൊരു അട്ടർ ഫെയിലൂർ ആണെന്ന്. എനിക്ക് മാത്രമേ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. അമ്മയ്ക്ക് അബദ്ധങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ലേ? അമ്മയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമാ നീ. അമ്മേ എടാ, കൊണ്ടുപോയി നിസാരമായിട്ട് കളഞ്ഞു കുളിച്ച 25 ലക്ഷം രൂപയെ എങ്ങനെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള വഴി നോക്ക്. എന്നിട്ട് സ്വയം വന്ന് മഹാനാണെന്ന് പറ. അപ്പോ അമ്മ സമ്മതിച്ചു തരാം. എന്റെ മോൻ ദീപക് മിടുക്കനാണെന്ന് വേണമെങ്കിൽ 10 പേരോട് വിളിച്ചും പറയാം. അയ്യോ വേണ്ടേ, ഞാൻ അമ്മയോടൊന്നും ചോദിച്ചിട്ടുമില്ല, അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ദീപക്കേ, നീ എന്റെ അക്കൗണ്ടിൽ നിന്നും കൊണ്ടുപോയ 25 ലക്ഷം നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അതിൽ നിന്നും 15 ലക്ഷം ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരും. നീ ഒന്ന് ട്രൈ ചെയ്യാമേ, ഞാൻ ട്രൈ ചെയ്യാം. പിടി പിഴില്ലാന്ന് ഉറപ്പുണ്ടെങ്കിലേ പണം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വളഞ്ഞ വഴിയാ. $25 ലക്ഷം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. നീ എന്താ, ഞാനും അമ്മയും സംസാരിച്ചതൊക്കെ മറിഞ്ഞെന്ന് കേൾക്കുമായിരുന്നു. ഏയ്, ഞാൻ ഇപ്പൊ ഒന്നേ ഉള്ളൂ. വന്നപ്പോ ദീപക് സാർ എങ്ങനെ 25 ലക്ഷം രൂപ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അല്ല, എന്തു പറ്റി? 25 ലക്ഷം വല്ലതും ദീപക് സാറിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടോ? ഏയ്, ആര് പറഞ്ഞു? ഇത് വേറെ 25 ലക്ഷത്തിന്റെ കാര്യ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ, എന്തല്ലേ, കഴിഞ്ഞ ദിവസം വർമ്മ സാറിന്റെ കാറിൽ വെച്ച കള്ളപ്പണവും 25 ലക്ഷം ഉണ്ടായിരുന്നു. ആരോ വർമ്മ സാറിനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ടുവച്ച കാശ മുഴുവനും ഞാൻ എണ്ണി നോക്കിയായിരുന്നു. കൃത്യം 25 ലക്ഷം ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ക്യാഷ് വർമ്മ സാറിന്റെ കാറിൽ വെച്ചവനെ ഒരു സത്യസന്ധനായ കള്ളന. ആ 25 ലക്ഷത്തിന്ന് വേണമെങ്കിൽ വല്ല വഴിച്ചെലവിനും കുറച്ച് കാശ് എടുക്കായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. ശത്രുക്കളുടെയൊക്കെ ഒരു നല്ല മനസ്സാ. ഈശ്വരാ. എന്നിട്ട് ആ കിട്ടിയ കാശ് രാജു എന്ത് ചെയ്തു? ഞാൻ ഒറിജിനൽ നോട്ട്സ് ആണെന്ന് മനസ്സിലായപ്പോ സത്യസന്ധനായ എന്നോട് ആ കാശ് വർമ്മ സാർ എടുത്തോളാൻ പറഞ്ഞു. നിന്നോട് എടുത്തോളാൻ പറഞ്ഞോ? ഞെട്ടിയില്ലേ ദീപക് സാർ, ഞെട്ടിയില്ലേ? ഞാനും ആ മഹാമനുഷ്യ പറയുന്ന കേട്ട് ഇതുപോലെ ഞെട്ടിയതാ. രാജു ആ കാശ് വാങ്ങിയില്ലല്ലോ? ഏയ്, ഞാൻ അങ്ങനെ ചെയ്യൂന്ന് ദീപക് സാറിന് തോന്നുന്നുണ്ടോ? പക്ഷെ ദീപക് സാറേ. എന്താ? വർമ്മ സാറേ എന്നെ ഒരുപാട് നിർബന്ധിച്ചപ്പോ എനിക്ക് ആ കാശ് വാങ്ങേണ്ടി വന്നു. എന്നിട്ട് നീ ആ കാശ് എന്ത് ചെയ്തു? ആ കാശ് ചെലവാക്കാൻ എനിക്ക് തോന്നിയില്ല ദീപക് സാറേ. സമാധാനായി. പക്ഷേ അച്ഛൻ നിർബന്ധിച്ചപ്പോ. അച്ഛൻ നിർബന്ധിച്ചപ്പോ? നിങ്ങളെ പോലെയാണോ ദീപക് സാറേ? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? വീട്ടിലെ പ്രാരാബ്ധങ്ങള്. നീ കാശ് എന്ത് ചെയ്തു പറയടാ. ദീപക് സാർ എന്തിനാ ചൂടാവുന്നത്? സോറി, ആ കാശ് രാജു എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ നിർബന്ധിച്ചപ്പോ പിന്നെ വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ ആലോചിച്ചപ്പോ ആലപ്പുഴയില് ഞാനൊരു ചെമ്മീൻ കെട്ട് വാങ്ങി. പിന്നെ മൂന്നാറില് ഒരു ചെറിയ തേയിലത്തോട്ടവും. 25 ലക്ഷം രൂപയ്ക്ക് ചെമ്മീൻ കെട്ടും തേയിലത്തോട്ടം അല്ലേ? അതെ. ആ വിജിലൻസ് ഓഫീസർക്കൊന്നും കൊടുത്തില്ലേ? അയാളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ കാശ് കൊണ്ടുവന്ന് വെച്ചവനെ അയാള് പൊക്കും. അയാള് പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാ. പൊക്കോന്ന് പറഞ്ഞ പൊക്കിയിരിക്കും. മോള് ഇതൊന്ന് ടേസ്റ്റ് നോക്കിക്കേ. എന്തൊരു ടേസ്റ്റ് രാധമ്മ ഇത്. നന്നായിട്ടുണ്ട് രാധമ്മേ. കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ക്യാരറ്റ്, തക്കാളി, ഇതൊക്കെ ഇനി എന്ത് ചെയ്യും?
ഇതൊന്നും വേസ്റ്റ് ആവില്ല മോളെ. ഇതൊക്കെ കൊണ്ട് ഒരു പരിപാടിയുണ്ട്. അതെന്താ രാധമ്മേ? ഇങ്ങനെ ബാലൻസ് വരുന്ന സാധനങ്ങൾ കൊണ്ട് പണ്ടൊക്കെ ഞങ്ങള് കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. അതായത് വീട്ടില് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ സദ്യക്ക് തലേന്ന് സാമ്പാറിനും അവിയലിനും ഒക്കെ പച്ചക്കറികൾ അരിഞ്ഞു വെക്കുമായിരുന്നു. ഇന്നത്തെ പോലെ ഫാസ്റ്റ് ഫുഡൊന്നും അന്നില്ലല്ലോ. അന്ന് എല്ലാ സാധനങ്ങളും വീടുകളിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സദ്യക്ക് വേണ്ട കറികളും തോരനും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മിച്ചം വരുന്ന പച്ചക്കറികൾ കൊണ്ട് ഞങ്ങൾ ഒരു ഐറ്റം ഉണ്ടാക്കുമായിരുന്നു. ഇങ്ങനെ സസ്പെൻസ് ഇടാതെ പറ രാധമ്മേ. കാണിച്ചു തരാം മോളെ. എന്നിട്ട് മിക്സ് ചെയ്യണം. ദാ, കണ്ടോ? ഇങ്ങനെ മിക്സ് ചെയ്യണം. കട്ടയില്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി കുറച്ച് വെള്ളം വേണോ? വേണ്ട, മതി. ഇനി എന്താ വേണ്ടത്? പുട്ടുകുറ്റിയില് ചില്ലിടണം. എന്നിട്ട് കുറച്ച് തേങ്ങ എടുത്ത് ഇങ്ങനെ ഇടണം. ഇനി കുറച്ച് മാവെടുത്ത് ഇതിനകത്തിടണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് കുറച്ച് ക്യാരറ്റ് എടുത്ത് ഇടണം. ഇനി കുറച്ച് മാവിടണം, കുറച്ച് തക്കാളി ഇടണം. കണ്ട? ഇനി മാവിടണം, തേങ്ങ ഇടണം, വെജിറ്റബിൾസ് ഇടണം. ഫുൾ ഫില്ല് ചെയ്യണം. കണ്ടോ? ആ, ഇനി കുറച്ച് തേങ്ങയും കൂടെ ഇടണം. എന്നിട്ട് അടപ്പിങ്ങനെ വെച്ച് ഇതിൽ വെച്ചിട്ട്